മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ വലകൾ നശിച്ചു. കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ കിടക്കുന്ന കണ്ടെയ്നറുകളിൽ തട്ടിയാണ് വലകൾ നശിച്ചതെന്ന് കരുതുന്നു. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. നീണ്ടകരയിൽ നിന്ന് പോയ ബോട്ടിലെ വലകളാണ് നശിച്ചത്. നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി കടലിൽ പോയ മഹാലക്ഷ്മി എന്ന ബോട്ടിന്റെ വലകളാണ് നശിച്ചത്. 28ഓളം തൊഴിലാളികളാണ് ബോട്ടിൽ ജോലി ചെയ്യുന്നത്. കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിൽ തട്ടിയാണ് വലകൾ നശിച്ചതെന്ന് കരുതുന്നു. 15 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വല കീറി നഷ്ടം സംഭവിച്ചതിനൊപ്പം മത്സ്യവും പൂർണ്ണമായി കടലിൽ പോകുന്ന സ്ഥിതിയുണ്ട്. വലകൾ നശിച്ചതിനൊപ്പം മത്സ്യമില്ലാതെ കരയിലേക്ക് തിരികെ എത്തേണ്ട സ്ഥിതിയിലായിരുന്നു തൊഴിലാളികൾ. വല വലിച്ച് ഞെരിക്കൊണ്ട് വരുമ്പോൾ എന്തോ ഭയങ്കര വെയിറ്റ് കയറി പൊങ്ങിയും താണും കിടന്ന്, എന്നിട്ട് അവസാനമായിട്ട് പൊട്ടി അങ്ങ് പോവുക ചെയ്തത്. പിന്നെ വല ഒന്നും കൈ കിട്ടിയില്ല, മീനും കിട്ടിയില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാം വലിച്ചു കയറി കൊണ്ടുവന്നിരിക്കുക. ഏകദേശം 10-15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. പിന്നെ കിട്ടാനുള്ള മീൻ്റെ അതും പോയി. എല്ലാം ഇന്നത്തെ പണി മൊത്തം പട്ടിണിയായി. അപകടത്തെ തുടർന്ന് കടലിൽ മുങ്ങിയ കപ്പലിലെ അവശിഷ്ടങ്ങളും കണ്ടെയ്നറും ഉൾപ്പെടെ ഇപ്പോഴും കടലിൽ കിടക്കുകയാണ്. ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്ന് വലിയ തോതിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വലകൾ നഷ്ടമാകുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നുൾപ്പെടെ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളുടെ വലകൾ നശിച്ചിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ പോയിട്ട് നല്ല മീനെ കണ്ടിട്ട് ചൂടായിരുന്നു. നല്ല കൂടിയ മീനെ കണ്ട് വല കോരി നമ്മൾ അതിൻ്റെ റോപ്പ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ലാസ്റ്റ് സമയം വന്നപ്പോഴത്തേക്ക് റോപ്പ് മുകളിലോട്ട് വരുന്നു, വീണ്ടും വിട്ടു പോകുന്നു, മുകളിലോട്ട് വരുന്നു, വീണ്ടും വിട്ടു. അങ്ങനെ പയ്യെ അടിച്ചു കയറിയപ്പോഴത്തേക്ക് എന്തോ വെയിറ്റുള്ള സാധനം, ഇപ്പോൾ വെള്ളക്കണ്ടാകുന്നു, അത് കുറച്ച് പൊങ്ങി വന്നു കഴിഞ്ഞിട്ട് സാധനം അങ്ങ് താഴോട്ട് പോയി. റോപ്പെല്ലാം പൊട്ടിപ്പോയി. ഞങ്ങൾ വലിച്ചു കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വല വലിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വല മൊത്തം വിട്ടു വെച്ചാൽ ഒരു 10-15 ലക്ഷം രൂപ നഷ്ടം ആയിട്ടുണ്ട്. കടലിൽ നിന്ന് കണ്ടെയ്നറുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട കമ്പനിക്ക് കരാർ നൽകിയെങ്കിലും അവർ ഇതുവരെയും ജോലികൾ ആരംഭിച്ചിട്ടില്ല. ഇത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ കടലിൽ പോയി മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ബോട്ടിലെ തൊഴിലാളികൾ പറയുന്നു. ഇനി ഈ വല ശരിയാക്കി എടുക്കണമെങ്കിൽ ഒരാഴ്ച എടുക്കും. അപ്പോൾ അതിൻ്റെ കൂലിയെല്ലാം വകുപ്പെടുന്നതിൽ ഏകദേശം ഒരു 15 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ 28 പേരാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് പണിക്ക് പോക്കൊന്നുമില്ല. ഇനി വല ശരിയാക്കി തരാൻ വരെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.